ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഇനി ഹൈഡ്രജൻ വാഹനങ്ങളുടെ കാലം. കേരളത്തിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് കൊച്ചിയിൽ. ഭാവിയിലെ ഇന്ധനമായാണ് ഗ്രീൻ ഹൈഡ്രജനെ കണക്കാക്കപ്പെടുന്നത്. പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിച്ച് വെള്ളത്തിൽ നിന്നാണ് ഹൈഡ്രജൻ ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് നെടുമ്പാശ്ശേരി കൊച്ചി വിമാനത്താവള പരിസരത്താണ് സ്ഥാപിക്കുന്നത്. ഇതോടൊപ്പം ഇന്ധന സ്റ്റേഷനും മെയ് പകുതിയോടെ ആരംഭിച്ചേക്കും. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. 25 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. തിരുവനന്തപുരത്തും BPCL ഹൈഡ്രജൻ ഇന്ധന കേന്ദ്രം തുടങ്ങും. ഇന്ത്യയിലെ 10 റൂട്ടുകളിൽ ഹൈഡ്രജൻ ബസ്സുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ സർവീസ് ആരംഭിക്കാൻ ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷൻ ലക്ഷ്യമിടുന്നുണ്ട്. കേരളത്തിൽ തിരുവനന്തപുരം കൊച്ചി റൂട്ടിലായിരിക്കും ബസ് ഓടുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ ക്രിയേറ്റർമാർക്കായി 21,000 കോടി രൂപ നൽകി യൂട്യൂബ്. വീണ്ടും 850 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്നും അധികൃതർ അറിയിച്ചു. 3 വർഷത്തിനിടെ ഇന്ത്യയിലെ ക്രിയേറ്റർമാർക്കും കലാകാരന്മാർക്കും മാധ്യമ കമ്പനികൾക്കുമായി യൂട്യൂബ് പ്രതിഫലമായി നൽകിയത് 21,000 കോടി രൂപയെന്ന് യൂട്യൂബ് CEO നീൽ മോഹൻ അറിയിച്ചു. 3 വർഷത്തിനിടെയാണ് യൂട്യൂബ് ഇന്ത്യയിൽ ക്രിയേറ്റർമാർക്കായി ഇത്രയും പണം ചെലവഴിച്ചത്. ക്രിയേറ്റർമാർക്ക് പിന്തുണ നൽകുന്നതിനും അവരുടെ മുന്നോട്ടുള്ള വളർച്ച ഉറപ്പാക്കുന്നതിനുമായി അടുത്ത 2 വർഷം കൊണ്ട് ഇന്ത്യയിൽ 850 കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ കമ്പനി പദ്ധതിയിടുന്നതായും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യൻ കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് കൂടുതൽ വരുമാനം നേടാനും പ്രചോദനമാകാനുമാണ് ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷം മാത്രം ഇന്ത്യയിൽ നിന്ന് 10 കോടിയിലധികം ചാനലുകൾ കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ 10 ലക്ഷത്തിലധികം വരിക്കാരുള്ള 15,000-ഓളം ചാനലുകളുമുണ്ട്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വീഡിയോ സ്ട്രീമിംഗ് സർവീസാണ് യൂട്യൂബ്. കഴിഞ്ഞ വർഷം 14,300 കോടി രൂപയാണ് ഇന്ത്യയിൽ നിന്നും യൂട്യൂബ് വരുമാനമുണ്ടാക്കിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഉപയോക്താക്കളുടെ വിവരങ്ങൾ ചോർത്തിയെന്നാരോപിച്ച് ടിക്ടോക്കിന് പിഴ. യൂറോപ്യൻ ഉപയോക്താക്കളുടെ വിവരങ്ങൾ ചൈനയ്ക്ക് കൈമാറിയെന്നാരോപിച്ചാണ് യൂറോപ്യൻ യൂണിയൻ പിഴ ചുമത്തിയത്. അയർലൻഡിലെ ഡാറ്റ പ്രൊട്ടക്ഷൻ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ ടിക്ടോക്ക് യൂറോപ്യൻ ഉപയോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ ചൈനയ്ക്ക് കൈമാറിയതായി കണ്ടെത്തുകയായിരുന്നു. ഇത് ഉപയോക്താക്കളുടെ സ്വകാര്യതയെ അപകടത്തിലാക്കുന്നതായും DPC റിപ്പോർട്ടിൽ പറയുന്നു. 507 കോടി രൂപയോളമാണ് ഇതേ തുടർന്ന് യൂറോപ്യൻ യൂണിയൻ പിഴ ചുമത്തിയത്. ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ പ്രകാരം ചുമത്തിയ 3ാമത്തെ വലിയ പിഴയാണിത്. ചില യൂറോപ്യൻ ഉപയോക്താക്കളുടെ ഡാറ്റ കളഞ്ഞുവെന്നും കമ്പനി അവകാശപ്പെടുന്നു. 6 മാസത്തിനുള്ളിൽ ടിക്ടോക്കിന്റെ ഡാറ്റ പ്രോസസിംഗ് രീതികൾ യൂറോപ്യൻ യൂണിയൻ നിയമങ്ങൾക്ക് അനുസൃതമാക്കാൻ DPC ഉത്തരവിട്ടിട്ടുണ്ട്. കമ്പനി അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ചൈനയിലേക്കുള്ള ഡാറ്റ കൈമാറ്റം താൽക്കാലികമായി നിർത്തിവെച്ചേക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഭ്യന്തര വിൽപ്പനയിൽ ഇടിവുമായി ടാറ്റ മോട്ടോഴ്സ്. ആഭ്യന്തര അന്തർദേശീയ വിപണികൾ ഉൾപ്പെടെ കമ്പനിയുടെ മൊത്തത്തിലുള്ള വിൽപ്പനയിലും ഇടിവ്. ടാറ്റ മോട്ടോഴ്സിന്റെ 2025 ഏപ്രിൽ മാസത്തെ മൊത്തം ആഭ്യന്തര വിൽപ്പനയിൽ 7% ഇടിവ് രേഖപ്പെടുത്തി. 2024 ഏപ്രിലിൽ ഇത് 76,399 യൂണിറ്റ് ആയിരുന്നു. ഇത്തവണ 70,963 യൂണിറ്റുകൾ വിറ്റഴിച്ചു. ആഭ്യന്തര അന്തർദേശീയ വിപണികൾ ഉൾപ്പെടെ കമ്പനിയുടെ മൊത്തത്തിലുള്ള വിൽപ്പനയിലും ഇടിവ് രേഖപ്പെടുത്തി. 1 വർഷം മുമ്പ് ഇത് 77,521 യൂണിറ്റ് ആയിരുന്നു. അതേസമയം ചില വാണിജ്യ വാഹന വിഭാഗങ്ങളിൽ കമ്പനി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. 2025 ഏപ്രിലിൽ കമ്പനി മൊത്തം വാണിജ്യ വാഹന വിഭാഗത്തിൽ 27,221 യൂണിറ്റുകൾ വിറ്റു. അതേസമയം 2024 ഏപ്രിലിൽ ഇത് 29,538 യൂണിറ്റ് ആയിരുന്നു. എങ്കിലും അന്താരാഷ്ട്ര ബിസിനസിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടായി. കയറ്റുമതിയും ഇലക്ട്രിക് വാഹനങ്ങളും ഉൾപ്പെടെ മൊത്തം പാസഞ്ചർ വാഹന വിൽപ്പന 5% ഇടിഞ്ഞ് 45,532 യൂണിറ്റായി. ആഭ്യന്തര അന്തർദേശീയ വിപണികളിലെ ഇലക്ട്രിക് വാഹന വിൽപ്പന കഴിഞ്ഞ വർഷം 6,364 യൂണിറ്റുകളിൽ നിന്ന് 16% ഇടിഞ്ഞ് 5,318 യൂണിറ്റായി എന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്കൈപ്പിനി ഓർമ്മ. ഇന്റർനെറ്റ് വീഡിയോ കോളിംഗ് രംഗത്തെ ഏറ്റവും മുൻപനായിരുന്നു മൈക്രോസോഫ്റ്റിന്റെ സ്കൈപ്പ്. തിങ്കളാഴ്ച പ്രവർത്തനം അവസാനിപ്പിക്കും. ഇന്റർനെറ്റ് വഴി ആശയവിനിമയം നടത്താൻ ഒരു കാലത്ത് എല്ലാവരും ഉപയോഗിച്ചിരുന്ന സോഫ്റ്റ്വെയറാണ് സ്കൈപ്പ്. ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കൾക്കൊപ്പമുള്ള വർഷങ്ങളുടെ വിശ്വസ്ത സേവനത്തിന് ശേഷമാണ് മൈക്രോസോഫ്റ്റ് സ്കൈപ്പ് അടച്ചുപൂട്ടുന്നത്. സ്കൈപ്പ് നിലവിൽ കാലഹരണപ്പെട്ട അവസ്ഥയിലാണുള്ളത്. മൈക്രോസോഫ്റ്റിന്റെ പൂർണ്ണ ശ്രദ്ധ ഇപ്പോൾ മറ്റൊരു വീഡിയോ കോളിംഗ് ആപ്പായ ടീംസിലാണ്. ഓഫീസ്, വ്യക്തിഗത സംഭാഷണങ്ങൾക്കുള്ള ഒരു വേദിയായാണ് മൈക്രോസോഫ്റ്റ് ടീംസിനെ അവതരിപ്പിക്കുന്നത്. സ്കൈപ്പ് നിർത്തുന്നതിനു മുമ്പ് ടീംസിലേക്ക് മാറാൻ ഉപഭോക്താക്കൾക്ക് ആവശ്യമായ സമയം മൈക്രോസോഫ്റ്റ് നൽകിയിട്ടുണ്ട്.
നേടിയിട്ടുണ്ട്. 2003-ലാണ് സ്കൈപ്പ് ആദ്യമായി ലോഞ്ച് ചെയ്തത്. എന്നാൽ 2011-ലാണ് സ്കൈപ്പ് കമ്മ്യൂണിക്കേഷനെ മൈക്രോസോഫ്റ്റ് ഏറ്റെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.